ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ആരും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതൊന്നും തിരികെ കിട്ടാറില്ല. എന്നെ ചുറ്റുമുള്ള ആൾക്കാർ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. മറ്റുള്ളവർക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തുകൊണ്ട് എന്നെ ഒഴിവാക്കുകയാണ്. ഇതൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണ് എന്നെ പരിഗണിക്കുക, എന്ത് ചെയ്താലാണ് എനിക്ക് മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുക? കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നു, എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റുക? കുറേ പേര് സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കി വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവന്നെങ്കിലും കുറേ പേര് ഇപ്പോഴും സീറോയിൽ നിൽക്കുന്നുണ്ട്. ഇനി ഈ റെസ്പെക്റ്റിൻ്റെ വിഷയത്തിൽ വന്നാൽ ഇപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ്സിലേക്ക് കിടക്കാം. ഒന്ന്, സ്വന്തത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മുടെ കുറവുകൾ, നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മളിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമോ? എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അയൽവാസികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കുറവുള്ള കാര്യം, എനിക്ക് ഏറ്റവും നാണക്കേടുള്ള കാര്യം തന്നെ ഞാൻ അറിയാതെ പറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറന്നാലും പിന്നെ ഇവർ മറക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കുടുംബക്കാരോടൊക്കെ നമ്മൾ നമ്മുടെ കുറവുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും കാര്യം മറക്കില്ല. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണണമോ ആ രീതിയിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. ഒരുപാട് അഭിനയിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളായി ഇരിക്കാനായി ശ്രമിക്കുക. മാറ്റങ്ങൾ വരുത്താനായി തുടങ്ങുക. എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരിക? ഈ സംസാരത്തിൽ വരുന്ന തെറ്റുകൾ, അത് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഡെയിലി ജേർണൽ എഴുതലാണ് ഏറ്റവും നല്ലത്. എല്ലാ ദിവസവും ആരോട് എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി നോക്കുക. ഇതിനു മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇന്നും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആരാണ്, എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളായി ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളെ മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ കഴിയില്ല. 2, മറ്റുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. സഹായിക്കുന്നത് നിങ്ങൾക്ക് കഴിയുന്നത് കൊണ്ടാണ്. സഹായത്തിന് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ള അർത്ഥമില്ല കേട്ടോ. സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുടെ കയ്യിലേക്ക് അങ്ങ് എടുത്തു കൊടുക്കുക എന്ന് ഒരർത്ഥവുമില്ല. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അധികം ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇന്ന പോലൊക്കെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ തിരിച്ചിങ്ങോട്ടേക്ക് ഒന്നും ഉണ്ടാവാറില്ല. അത് പ്രതീക്ഷിച്ച് ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല, റെസ്പെക്റ്റ് കിട്ടില്ല. ഇതിൽ വരാനുള്ളൊരു കമൻ്റ് ഉണ്ട്, അതിപ്പോൾ തന്നെ പറയാം. പണമില്ലെങ്കിൽ ആരെടുത്തുനിന്ന് ഒരു ബഹുമാനവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. നമ്മളിലേക്ക് നോക്കുക. നമ്മൾ അങ്ങനെയാണോ? പണമില്ലെങ്കിൽ നമ്മൾ ആരെയും ബഹുമാനിക്കില്ലേ? പണമില്ലാത്ത ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് വിടുമോ? അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ അങ്ങ് വിട്ടുകളയോ? നമ്മളെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ആ രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളും സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഈ സൊസൈറ്റിയാണ്. നമ്മൾ എങ്ങനെയാണ് ചുറ്റുമുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്? പണം നോക്കിയിട്ടാണോ? പണം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മൾ പണം മാത്രം നോക്കിയല്ല ആരെയും റെസ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ ആരും പഠിച്ചിട്ടുള്ളത്. പിന്നെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അതാണ് എല്ലാവരും ചെയ്യുന്നത് എന്ന് വിശ്വസിക്കേണ്ടതില്ല. ആരുടെയെങ്കിലും ഒരു കമൻറ്റ് കാണുമ്പോൾ അതിൽ ലൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് എൻ്റെ ചിന്തയും എന്ന് അതിൽ ഉറപ്പിക്കേണ്ടതില്ല. 3, ടോക്ക് ലെസ്. കുറച്ച് മാത്രം സംസാരിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഓവറായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് റെസ്പെക്റ്റ് കിട്ടാറില്ല. സംസാരം കുറയ്ക്കുക. സംസാരിക്കുമ്പോൾ തെറ്റുപറ്റുന്ന ആൾക്കാർ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ജേർണലിംഗ് ഉണ്ടല്ലോ, അതെല്ലാ ദിവസവും ചെയ്യുക. തീർച്ചയായും ഇമ്പ്രൂവ് ആകും. 4, ഓവറായി പ്രോമിസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കേടാ, അത് ചെയ്യാം, നമുക്കിത് ചെയ്യാം, ഇന്ന പോലെ ചെയ്യണം, നമുക്ക് ഇന്ന പോലെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാറ്റിലും മുമ്പിൽ നിന്ന് യെസ് പറഞ്ഞ് അവസാനം വീട്ടിൽ പോയി ഇരുന്നിട്ട് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ആ വാഗ്ദാനം കൊടുക്കുന്നത് ആദ്യം തന്നെ ഒഴിവാക്കുക. ഒന്നിലും കയറി ആദ്യം തന്നെ യെസ് പറയാതിരിക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇഷ്ടംപോലെ ലൈഫിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് ഭാരമായിട്ട് മാറും. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനൊന്നും പിന്നെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാഗ്ദാനം കൊടുക്കുന്നത് ഒഴിവാക്കുക. പകരം അവനവന് കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൽ വർക്ക് ചെയ്യുക. 5, സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇത് വലിയൊരു ഏരിയയാണ്. ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വയം ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എത്രയൊക്കെ
ആ ഒരു വേലി കെട്ടിയാലും ആൾക്കാർ ഇടിച്ച് കയറി അങ്ങ് ഉള്ളിലേക്ക് വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കുക. നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ ബൗണ്ടറി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മതിൽ കെട്ടി മാറി നിൽക്കുക എന്നുള്ളൊരു അർത്ഥം പലരും കാണാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് പോലും നമുക്ക് ബൗണ്ടറി ആവശ്യമാണ്. കുട്ടികളുമായിട്ട് ബൗണ്ടറി ഇല്ലാത്ത പാരൻസ് ആണ് ബേൺ ഔട്ടിലേക്ക് പോകുന്നത്. പാർട്ട്ണറുമായിട്ട് ശരിയായ ബൗണ്ടറി ഇല്ലാതിരിക്കുമ്പോഴാണ് ജീവിതം മടുക്കുന്നത്. അപ്പോൾ ബൗണ്ടറി എന്താണെന്ന് ഡീപ്പായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. 6, എപ്പോഴും നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, അതായത് ഒരു ചാൻസ് കിട്ടിയാൽ വാരി നിലത്തടിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരെ നോട്ട് ചെയ്ത് പ്രത്യേകം അവരെ അവഗണിക്കുക. അപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിലോ എന്നൊരു ചോദ്യം വരും. എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആ ആൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് കാലേ വാരി നിലത്തടിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇൻസൾട്ട് ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുത്തിപ്പറയലൊക്കെ ഇയാൾക്കൊരു ഹരം പോലെ ആയിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധമായതുകൊണ്ട് കുറച്ചൊക്കെ ആദ്യം സഹിച്ചു. പിന്നെ നമുക്ക് എന്തും ചിന്തിക്കാനൊരു ടൈം വേണമല്ലോ. ഇൻസൾട്ടിൻ്റെ മുകളിൽ ഇൻസൾട്ട് കിട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ശരിക്കും അങ്ങോട്ടങ്ങ് അവഗണിക്കാൻ തുടങ്ങി. ഏത് രീതിയിലെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഗ്രീറ്റിങ്സ്, നമ്മൾ കയറുമ്പോൾ ഗ്രീറ്റിങ്സ് പറയും, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ബായ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ആളോട് ചോദിക്കാതിരിക്കുക, പറയാതിരിക്കുക, ആളുടെ മുഖത്ത് നോക്കാതിരിക്കുക, ഐ കോണ്ടാക്റ്റ് മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക, ചിരിക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക്കായിരുന്നു. പക്ഷേ അവസാനം ധൈര്യമെടുത്ത് അത് ചെയ്യാനായി തുടങ്ങി. ആളോട് പ്രത്യേകിച്ചും ആളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാതിരിക്കാൻ ഞാൻ എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്യും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നെ ഫോഴ്സ് ചെയ്ത് അവസാനം ഇപ്പോൾ ഒരു സമയത്ത് വലിയ സ്ഥാനമുള്ളൊരു വ്യക്തിയെപ്പോലെ പെരുമാറിയിരുന്ന ആ ഒരാൾക്ക് ഇന്നൊരു സ്ഥാനവും എൻ്റെ ലൈഫിലില്ല. എൻ്റെ ലൈഫിൽ എന്നല്ല, എൻ്റെ ഭാഗത്തേ ആളെ ഞാൻ കാണാറില്ല. ചില ആൾക്കാരുടെ വൃത്തികെട്ട സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ചില ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കേസിൽ ഇയാളുടെ മോശം സ്വഭാവം, ആളിങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന രീതിയിലായിരുന്നു കുറേ പേര് ആ ഒരാളെ സഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്കും ആദ്യം സഹിക്കേണ്ടി വന്നതും കുറച്ച് നാൾ കേട്ടോ. പിന്നെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളായി. പിന്നെയാണ് ഈ അവഗണിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ വരുന്നത്. ആദ്യം എനിക്ക് അത്രയും അറിവുണ്ടായിരുന്നില്ല. സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വേറൊരാളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നൊന്ന്, മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആരോടും ഞാൻ മാറാൻ പോവാണ്, ഇനി മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതില്ല. സ്മൂത്തായിട്ടങ്ങ് മാറ്റം കൊണ്ടുവരാം. ആരോടൊന്നും പറയേണ്ടതില്ല. ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെയാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ മാറ്റം കൊണ്ടുവന്നത്. ആരോടും പറയാൻ പോയില്ല ഇനി ഞാൻ ഇന്ന് പോലെയാണ്, അല്ലെങ്കിൽ ഇയാളോട് ഞാൻ ഇനി ഇങ്ങനെ നിൽക്കും എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. സ്മൂത്തായിട്ടങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. എല്ലാ കാര്യവും ഏകദേശം എൻ്റെ ഉള്ളിൽ സെറ്റിലായതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇനി ഇന്ന വ്യക്തിയോട് ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആരോടും പോയി പറയേണ്ടതില്ല. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളിൽ പ്രത്യേക സപ്പോർട്ട് കമൻറ്റിലൂടെയൊക്കെ കാണുമ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്നപോലെ മാറ്റങ്ങൾ കൊണ്ടുവരൽ സാധ്യമല്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സ്വന്തം ഫാമിലിയിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തൊക്കെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പരമാവധി ഒതുക്കാനോ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനോ ഒക്കെയാണ് കൂടുതൽ ആൾക്കാരും നോക്കാറുള്ളത്. ഒരാളൊരു കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ, അതായത് വിക്റ്റിമായിട്ടുള്ള ഒരാൾ ഒരു കാര്യം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ തന്നെ ഒതുക്കാനുള്ള ശ്രമമാണ് പിന്നെ ചുറ്റുപാടും നടക്കുക. സപ്പോർട്ട് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയം മാറുന്നതിനെ കുറിച്ചിട്ടും സ്വയം സ്ട്രോങ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി പറയുന്നത് കേട്ടോ. സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, സപ്പോർട്ട് വേണം എന്നാണെങ്കിൽ നമ്മുടെ കോച്ചിങ് പ്രോഗ്രാംസിൽ പങ്കെടുക്കാം. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതും ഒരുപാട് നീണ്ടുപോയി. കാരണം അത്രയും പേഴ്സണലായിട്ടുള്ള മെസ്സേജ് വരുന്നൊരു ഏരിയ ആയതുകൊണ്ടാണ് വീണ്ടും വിശദീകരണം വന്നത്. 7, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നന്നായിട്ട് അറിവ് നേടാനായി ശ്രമിക്കുക. ഏതൊരു വിഷയത്തിലും അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു കാര്യത്തിൽ അറിവുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ പരാജയം ഉണ്ടാവില്ല. ഇനി ഈ വിജയം പരാജയം ഈ 2 വാക്കുകളും വിവരമുള്ള ഒരാളും വിവരമില്ലാത്ത ഒരാളും മനസ്സിലാക്കുന്നതിനും ഡിഫറൻസ് ഉണ്ടാവും. അറിവ് നേടാനായി ശ്രമിക്കുക. 8, വിശദീകരണം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. 9, ചെയ്യാത്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നത് ഒഴിവാക്കുക. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം, തെറ്റില്ല, നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ് എന്നിരിക്കെ ക്ഷമ ചോദിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 10, പരമാവധി ആൾക്കാരുമായിട്ട് ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. തർക്കങ്ങളിൽ പെട്ടുപോവാതെ നോക്കുക. ഒരു കാര്യം പ്രശ്നമായി വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞാൽ പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി അതിൽ നിന്നും മാറി നടക്കുക. ചില ആൾക്കാർ എന്തായിരിക്കും, ഞാൻ എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ മുൻപ് സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്, ആ ഒരു കോട്ട് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. അതായത് ഒരു പന്നിക്ക്
ഏറ്റവും ഇഷ്ടം എന്താണ്? ആ ഒരു ചെളിയിൽ കളിക്കണം അല്ലേ? ചെളിയിൽ കളിക്കുക എന്നുള്ളത് പന്നിക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പന്നിയുടെ കൂടെ കളിക്കണമെങ്കിൽ നമ്മൾ ചളിയിലേക്ക് ഇറങ്ങേണ്ടി വരും. നമുക്ക് ചെളി ഇഷ്ടമല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പന്നിയുടെ കൂടെ കളിക്കാനായിട്ട് പാടില്ല. ചളിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലെങ്കിൽ അതിലേക്ക് പോവാതിരിക്കുക. ആർഗ്യുമെൻറ്റ്സിലേക്ക് എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ആദ്യമേ തന്നെ വഴിമാറി നടക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്തിനായിരുന്നു? നമ്മളെവിടെയും താഴ്ന്നു പോവാതിരിക്കാനും ഒരു എഫേർട്ടും ഇടാതെ തന്നെ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കാനും വേണ്ടിയാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടില്ലേ, ബഹുമാനിക്കില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോവാതിരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്നും മാറി നടക്കുക. നമ്മളായിട്ട് ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ലൈഫിൽ നിന്ന് പതിയെ മാറ്റി നിർത്തുക. പറഞ്ഞു കൊടുത്ത് തിരുത്താൻ പറ്റുന്ന ആൾക്കാരെ തിരുത്താം. പക്ഷേ എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളായി ആരെയും കളിയാക്കാതിരിക്കുക, മറ്റുള്ളവരെ താഴ്ത്താതിരിക്കുക. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്താണോ വേണ്ടത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുറച്ച് കടുകട്ടിയായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കടുകട്ടിയാണ്. നമുക്ക് കേൾക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും, അത് ലൈഫിൻ്റെ ഭാഗമാക്കാനും കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിരിക്കും. ഈ വരുന്ന 16-ാം തീയതി വെറും 300 രൂപയ്ക്ക് 28 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊഡക്ടിവിറ്റി ഗ്രൂപ്പ് കോച്ചിങ് നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ. ഏർലി ബേർഡ് ക്ലബ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേക്കാനും രാത്രി നേരത്തെ കിടക്കാനും അതിനിടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഗ്രൂപ്പാണ് ഏർലി ബേർഡ് ക്ലബ്ബ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.